പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ വേസ്റ്റിനെ കുറിച്ച് വളരെ വിശദമായ ചർച്ച നമ്മൾ നടത്തി. ഇന്ന് സോഫ്റ്റ്വെയറിൻ്റെ അതിവിശാലമായ ലോകത്തേക്കാണ് നാം എല്ലാവരും യാത്ര ചെയ്യുന്നത്. കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഹാർഡ്വെയർ കമ്പോണൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. വേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു. നാം ഡിസ്കസ് ചെയ്ത ഡിഫറെൻറ്റ് കമ്പോണൻസ്, മെമ്മറി ആവട്ടെ, CPU ആവട്ടെ, പെരിഫറൽസ് ആവട്ടെ, ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറിൻ്റെ ബോഡി ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഈസ് ഇറ്റ്സ് മൈൻഡ്. ഈ ഹാർഡ്വെയറുകളെ ഉപയോഗിക്കുന്നതിന് വേണ്ട പ്രത്യേക രീതിയിലുള്ള ഇൻസ്ട്രക്ഷനുകളെ പറയുന്ന പേരാണ് പ്രോഗ്രാംസ്. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ടേമാണ്. നാം ഉപയോഗിക്കുന്ന ഗെയിം, നമ്മുടെ സിസ്റ്റത്തിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇവയെല്ലാം സോഫ്റ്റ്വെയർ എന്നുള്ള വിശാലമായ ഡെഫിനിഷൻ്റെ കീഴിൽ വരും. പക്ഷേ ഇതിന് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അവയെല്ലാം കൃത്യമായി മനസ്സിലാക്കിയാൽ ഏത് സോഫ്റ്റ്വെയർ ഏത് ഗ്രൂപ്പിൽ വരും, ഏത് ഡൊമൈന് കീഴിൽ വരും എന്ന കൃത്യമായ ധാരണ നമുക്ക് കിട്ടും. സോ സോഫ്റ്റ്വെയർ ഈസ് എ ജനറൽ ടേം യൂസ്ഡ് ടു ഡിനോട്ട് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ഹെൽപ്പ് us to use computer system and other electronic devices efficiently and effectively. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുള്ള ഇൻസ്ട്രക്ഷൻ ആവട്ടെ, ഡേറ്റ ആവട്ടെ, അത് കൺസ്യൂം ചെയ്യുന്ന ഇൻഫർമേഷനുകളെ ആകെ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താം. ദർ ആർ 2 types ഓഫ് സോഫ്റ്റ്വെയർസ്: സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് 1 or more പ്രോഗ്രാംസ് ഡിസൈൻഡ് ടു കൺട്രോൾ ദ ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു പ്രോഗ്രാമിൻ്റെ ആകെ വർക്കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒന്നോ ഒന്നിലധികമോ പ്രോഗ്രാമുകളുടെ കൂട്ടമാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അവയുടെ പ്രത്യേകത, അവ ജനറൽ പർപ്പസ് പ്രോഗ്രാംസ് ആയിരിക്കും. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല അതുകൊണ്ട് നാം നേടുന്നത്, ആ പ്രോഗ്രാം കൊണ്ട് നേടുന്നത്. അതിന് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ ഫങ്ഷണാലിറ്റീസ് ഉണ്ട്. കൺട്രോളിങ് ദ ഓപ്പറേഷൻസ്, മൂവ് ദ ഡാറ്റ ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം, ഇവയെല്ലാം, ഈ എക്സിക്യൂഷനുകളെല്ലാം കൃത്യമായി മാനേജ് ചെയ്യുക, മറ്റ് പ്രോഗ്രാമുകളെ മാനേജ് ചെയ്യുക, ഇതെല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഡ്യൂട്ടിയിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ അതിൻ്റെ മൊഡ്യൂളിൽ പെട്ടതാണ്. ഇൻ ഷോർട്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ സപ്പോർട്ട്സ് ദ റണ്ണിങ് ഓഫ് അതർ സോഫ്റ്റ്വെയർ, ഇറ്റ്സ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അതർ പെരിഫറൽ ഡിവൈസസ്. Basically, it helps the user to use computer in an effective manner. സിസ്റ്റം സോഫ്റ്റ്വെയർ തന്നെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നാം ആ ഫിഗർ എന്ന് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഹാർഡ്വെയർ സിസ്റ്റവും പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ കമ്പോണൻസും ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കോർ ലെവലിൽ, ഏറ്റവും ബേസ് ലെവലിൽ നമുക്ക് CPU, RAM, IO തുടങ്ങിയവ ഉൾപ്പെടുന്ന ഹാർഡ്വെയറിനെ കാണാം. അതും ഹ്യൂമനുമായിട്ട് അല്ലെങ്കിൽ യൂസറുമായിട്ട്, യൂസർ എന്ന് പറയുന്നത് എപ്പോഴും ഹ്യൂമൻ തന്നെ ആവണമെന്നില്ല കേട്ടോ. യൂസറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ സാധ്യമാക്കുന്നത് സോഫ്റ്റ്വെയറിൻ്റെ വലിയൊരു നിരയാണ്, ഒരു വലിയൊരു ലെയറാണ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിനെ 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ദർ ആർ 3 components ഫോർ സിസ്റ്റം സോഫ്റ്റ്വെയർ. ദേ ആർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആൻഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ആദ്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു പുതിയ അറിവല്ല നമുക്കെല്ലാം. നമ്മുടെ സ്കൂളിലെ ലാപ്ടോപ്പിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. ഉബുണ്ടു 18.04 LTS. അതേപോലെ നമുക്ക് ഏറ്റവും പരിചയമുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം.
എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷനാലിറ്റി? It is again a set of programs that acts as interface between user and computer hardware. The primary objective of an operating system is to make the computer system convenient for use. അതിൻ്റെ എല്ലാ ഹാർഡ്വെയർ ഡിവൈസുകളും യൂസറിന് അല്ലെങ്കിൽ അതാരാണോ യൂട്ടിലൈസ് ചെയ്യുന്നത് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് ഒരു എൻവയോൺമെൻറ്റ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ functionality. It provides an environment for user to execute programs. ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഒരു പ്രോഗ്രാം തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. It also helps to use the computer hardware in an efficient manner. Operating system controls and coordinates the operation of a computer. It acts as a resource facilitator or resource manager of the computer system. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അനേകം ഫീച്ചേഴ്സ് ഉണ്ട്. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യമായി മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇറ്റ് ട്രൈസ് ടു പ്രിവെൻറ്റ് എറേഴ്സ് ആൻഡ് എൻഷുർ പ്രോപ്പർ യൂസ് ഓഫ് കമ്പ്യൂട്ടർ. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മേജർ ഫങ്ഷൻസിനെ പലതായി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അവയിൽ ചിലത് ഇതൊക്കെയാണ്: പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വൺ ഈസ് പ്രോസസ് മാനേജ്മെൻറ്റ്. ഇവിടെ പ്രോസസ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ എന്നുള്ളതാണ്. ഒരു കമ്പ്യൂട്ടറിൽ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം എന്താണോ അതാണ് അവിടുത്തെ പ്രോസസ്സ്. ഒരു സിസ്റ്റം ഉപയോഗിച്ച് നാം ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അറ്റ് ദാറ്റ് പോയിൻ്റ് ഓഫ് ടൈം ആ സോഫ്റ്റ്വെയർ ആണ് അതിൻ്റെ പ്രോസസ്സ്, ലൈവായിട്ടുള്ള പ്രോസസ്സ്. ദ പ്രോസസ് മാനേജ്മെൻറ്റ് മൊഡ്യൂൾ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടേക്സ് കെയർ ഓഫ് അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ ഓഫ് പ്രോസസ്സ്. ഒരു പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളെയും അലോക്കേറ്റ് ചെയ്യുക, അതിൻ്റെ യൂസിന് കഴിഞ്ഞാൽ അതിൻ്റെ യൂസിന് ശേഷം അതിനെന്ത് ചെയ്യുക, ഡി അലോക്കേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രോസസ് മാനേജ്മെൻറ്റ് മൊഡ്യൂൾ ചെയ്യുന്നത്. രണ്ടാമത്തെ ഫങ്ഷനാലിറ്റിയാണ് മെമ്മറി മാനേജ്മെൻറ്റ്. മെമ്മറിയെക്കുറിച്ച് പഠിച്ചപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കിയതാണ്. ഒരു CPU-ന് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിൽ ഡേറ്റയാവട്ടെ ഇൻസ്ട്രക്ഷൻ ആവട്ടെ അതെല്ലാം പ്രൈമറി മെമ്മറിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഓരോ ഫങ്ഷനാലിറ്റിയും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായ മെമ്മറി അലോക്കേഷനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് മെമ്മറി മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. ഇറ്റ് അലോക്കേറ്റ്സ്, ഡി അലോക്കേറ്റ്സ് മെമ്മറി. ഡി അലോക്കേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? പ്രോസസ്സിൻ്റെ ലൈഫ് എൻഡ് ചെയ്യുമ്പോൾ, അതിൻ്റെ ജോബ് എക്സിക്യൂട്ട് ചെയ്ത് പൂർത്തിയാകുമ്പോൾ. ഇറ്റ് ട്രൈയിങ് ടു ഡിലീറ്റ് യൂസ്ഡ് ഫയൽസ്. ഡീഫ്രാഗ്മെൻറ്റേഷന് വേണ്ടിയും ഈ മെമ്മറി മാനേജ്മെൻറ്റ് തന്നെ ആണ് അപ്രോച്ചസ് എടുക്കുന്നത്. മെമ്മറി മാനേജ്മെൻറ്റ് മൊഡ്യൂൾ കാൽക്കുലേറ്റ്സ് ഹൗ മച്ച് മെമ്മറി ഈസ് ടു ബി അലോക്കേറ്റഡ് ഫോർ ഈച്ച് പ്രോസസ്സ്. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഓരോ ഇൻകമിങ് പ്രോസസ്സിനെ അക്കോമഡേറ്റ് ചെയ്യും. ഓരോ പ്രോസസ്സിൻ്റെ ലൈഫ് കഴിയുന്നതോടുകൂടി അത് ടെർമിനേറ്റ് ചെയ്യുന്നതോടുകൂടി അത് ഒക്കുപ്പൈ ചെയ്തിരുന്ന മെമ്മറിയെ ഡി അലോക്കേറ്റ് ചെയ്യും. പിന്നീട് ഫ്രീ ആയി കിടക്കുന്ന മെമ്മറികളെ ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെമ്മറി മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഡ്യൂട്ടീസാണ്. തേർഡ് മേജർ ഫങ്ഷനാലിറ്റി ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഫയൽ മാനേജ്മെൻറ്റ്. ഫയൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഡോക്യുമെൻറ്റ് ഫയലാവാം, വീഡിയോ ഫയലാവാം, ഇമേജ് ആവാം, എന്തുമാവാം. ഇവയെ കൃത്യമായി മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അവയെ ഓർഗനൈസ് ചെയ്യുക, സോർട്ട് ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, ഡിലീഷൻ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ റിട്രീവ് ചെയ്യുക, ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫയൽ മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ആൻഡ് നെക്സ്റ്റ് മേജർ ഡ്യൂട്ടി ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഡിവൈസ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടറിനെ പൂർണ്ണമായും യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതോടൊപ്പം കുറേ പെരിഫറൽ ഡിവൈസസ് കൂടി അറ്റാച്ച് ചെയ്ത് അതിനെ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ്. ഇതിനു വേണ്ടി കമ്പ്യൂട്ടറിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡിഫറൻറ്റ് പെരിഫറൽ ഡിവൈസസിനെ കൃത്യമായി മാനേജ് ചെയ്യുന്ന മൊഡ്യൂളാണ് ഡിവൈസ് മാനേജ്മെൻറ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇറ്റ് ഹാൻഡിൽസ് ദ ഡിവൈസസ് ബൈ കമ്പൈനിങ് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ടെക്നിക്സ്. ഉദാഹരണത്തിന് ഒരു പ്രിൻ്റർ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അഡീഷണൽ ഡിവൈസാണ്, ഒരു പെരിഫറൽ ഡിവൈസാണ്. നമ്മുടെ സിസ്റ്റവും പ്രിൻ്ററും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് അതിൻ്റെ ഡ്രൈവർ സോഫ്റ്റ്വെയറുകളുണ്ടാവും. അവയെ കൃത്യമായി മാനേജ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡിവൈസ് മാനേജ്മെൻറ്റ് മൊഡ്യൂളാണ്. നാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വൈറ്റൽ
കമ്പോണൻസിനെ കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം? വിൻഡോസ്, ഡോസ്, ലിനക്സ്, മാക്കോയസ് ഇവയെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. സിസ്റ്റം സോഫ്റ്റ്വെയറിലെ 3 കമ്പോണൻസിൽ ഒരെണ്ണം നാം ഡിസ്കസ് ചെയ്തു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്തതാണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. നമുക്കറിയാം നാച്ചുറൽ ലാംഗ്വേജ് അതുപയോഗിച്ചാണ് നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ഹ്യൂമൻസ്. സിമിലർലി, ഇൻ ഓർഡർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ കമ്പ്യൂട്ടർ ദ യൂസർ നീഡ്സ് സം ലാംഗ്വേജ്. ഒരു ഭാഷ എന്ന് പറയുമ്പോൾ അത് സംസാരിക്കുന്ന 2 എൻറ്റിറ്റിക്കും അത് മനസ്സിലാവണം. ഇവിടെ ഒരു ഹ്യൂമൻ കമ്പ്യൂട്ടറിനോട് സംവദിക്കുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മനുഷ്യനും കമ്പ്യൂട്ടറിനും മനസ്സിലാവുന്ന ഒരു കോമൺ ലാംഗ്വേജ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇവിടെയാണ് ലാംഗ്വേജ് പ്രോസസ്സറുകളുടെ പ്രസക്തി. കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ദീസ് ആർ മെഷീൻ ഓറിയൻറ്റഡ് ലാംഗ്വേജസ്. ഒരു കമ്പ്യൂട്ടറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷ 0s 1s ആണ് നമ്മൾ പഠിച്ചതാണ്. അതുപയോഗിച്ച് പ്രോഗ്രാംസ് സ്ക്രിപ്റ്റ് ചെയ്യുക, അതാണ് ലോ ലെവൽ ലാംഗ്വേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി, അതിൻ്റെ പ്രോസസ്സ് ആർക്കിടെക്ചർ, അതനുസരിച്ചുള്ള രജിസ്റ്റേഴ്സ്, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ലോ ലെവൽ ലാംഗ്വേജസ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. 2 തരത്തിലുള്ള ലോ ലെവൽ ലാംഗ്വേജസ് ആണുള്ളത്, മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. മെഷീൻ ലാംഗ്വേജ് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ 0s 1s, കമ്പ്യൂട്ടറിന് ഡയറക്റ്റ്ലി മനസ്സിലാകുന്ന ഭാഷ, ബൈനറി ഡിജിറ്റ് ഉപയോഗിച്ചാണ് മെഷീൻ ലാംഗ്വേജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. 0s 1s മാത്രം ഉപയോഗിച്ച് ഒരു ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിനൊരു റാപ്പോ, ഒരു കവറിങ് നടത്തി അടുത്തൊരു വെർഷനാണ് അസംബ്ലി ലാംഗ്വേജ്. ഇത് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലാണ്. അസംബ്ലി ലാംഗ്വേജസ് യൂസ് certain symbols called mnemonics. It is a symbolic name given to an operation. For example, 2 നമ്പറുകൾ ആഡ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗിവ് ആഡ്. സബ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് എ നിമോണിക് സബ്. ഇത്തരം നിമോണിക്സ് ഉപയോഗിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ലാംഗ്വേജസിനെ പറയുന്ന പേരാണ് അസംബ്ലി ലാംഗ്വേജ്. ഇറ്റ് ഈസ് ഈസിയർ ടു റൈറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാം യൂസിങ് അസംബ്ലി ലാംഗ്വേജ് കമ്പയർഡ് ടു മെഷീൻ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് മെഷീൻ ഡിപ്പെൻഡൻറ്റ്, പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ആണ്. ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടറിൽ, ഒരു പർട്ടിക്കുലർ ആർക്കിടെക്ചറുള്ള കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന മെഷീൻ ലാംഗ്വേജ് തൊട്ട് വേറൊരു കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണം എന്നില്ല. ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. നാം നേരത്തെ പഠിച്ച ഒരു പ്രോസസ്സർ ആർക്കിടെക്ചറിൻ്റെ കമ്പോണൻസ് എല്ലാം അതിൽ കാണാം. ഡിഫറൻറ്റ് രജിസ്റ്റേഴ്സ്, R0, R1, R2, R3 ഇവയെല്ലാം രജിസ്റ്റേഴ്സാണ്. പ്രോസസ്സറിൻ്റെ അകത്ത് ഇവയെല്ലാം ടെമ്പററി സ്റ്റോറേജ് ആയിട്ട് വർക്ക് ചെയ്യും. തൊട്ടപ്പുറത്ത് മെമ്മറി ഉണ്ട്, മെമ്മറിക്ക് അഡ്രസ്സ് ഉണ്ട്. നമുക്കിവിടെ ചെയ്യേണ്ട ഓപ്പറേഷൻ A = x + y - z എന്നുള്ളതാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിമോണിക്സ് ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ലോഡ് x × R1 എന്നത് ഇൻസ്ട്രക്ഷൻ്റെ മീനിങ് R1 രജിസ്റ്ററിലേക്ക് x എന്നുള്ള വേരിയബിളുള്ള വാല്യൂ എൻറ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഈ എക്സാമ്പിൾ പ്രകാരം 500 എന്ന വാല്യൂ R1 രജിസ്റ്ററിലേക്ക് എൻറ്റർ ചെയ്യും. ഇതാണ് ഒരു അസംബ്ലി ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ. കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ 2ആയി തരംതിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കി. ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജിനെ കുറിച്ച് അല്പം കൂടി വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകൾ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതിനാൽ മനുഷ്യർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലാണ് ഹൈ ലെവൽ ലാംഗ്വേജിന്റെ ഘടന. ബേസിക്, C++, ജാവ എന്നിവ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് ഉദാഹരണങ്ങളാണ്. ഇത്തരം പ്രോഗ്രാമുകൾ ഉപയോഗിച്ചാണ് ഡെവലപ്പേഴ്സ് സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത്. എന്നാൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ CPU-ന് നേരിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. CPU റെക്കഗ്നൈസ് ചെയ്യുന്നത് 0 ഉം 1 ഉം ഉപയോഗിച്ചുള്ള മെഷീൻ ലാംഗ്വേജ് മാത്രമാണ്.
വിവിധ ഹൈ ലെവൽ ലാംഗ്വേജുകൾ ഉപയോഗിച്ച് നാം എഴുതുന്ന പ്രോഗ്രാമിനെ അഥവാ സോഴ്സ് കോഡിനെ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുന്നു. സോ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആർ സിസ്റ്റം പ്രോഗ്രാംസ് that translate programs written in high-level language or assembly language into its equivalent machine language. നമുക്ക് പഠിക്കാനുള്ള ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ഇവയൊക്കെയാണ്: അസംബ്ലർ, ഇൻ്റർപ്രറ്റർ, കമ്പൈലർ. ഇതിൽ ഇൻ്റർപ്രറ്ററും കമ്പൈലറും ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അസംബ്ലറിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് നോക്കാം. ഇറ്റ് കൺവേർട്സ് അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട നിമോണിക്സിനെയും മറ്റും മെഷീൻ ലാംഗ്വേജിലേക്ക്, ബേസിക്കലി സീറോസ് ആൻഡ് വൺസിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇറ്റ് ഈസ് മെഷീൻ ഡിപ്പെൻഡൻറ്റ്. നെക്സ്റ്റ് ഈസ് ഇൻ്റർപ്രറ്റർ. ഇൻ്റർപ്രറ്ററും കമ്പൈലറും ഒരേ ഫങ്ഷനാലിറ്റിയാണ് ചെയ്യുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജിനെ നേരെ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. പക്ഷേ ഇവയ്ക്ക് രണ്ടിലും വ്യത്യാസമുണ്ട്. ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ് ഇൻ്റർപ്രറ്റർ നടത്തുന്നത്. ഓരോ ലൈനും എക്സിക്യൂട്ട് ചെയ്തു എവിടെയെങ്കിലും എറർ ഉണ്ടെങ്കിൽ അവിടെ ഇൻറ്ററപ്റ്റ് ആവും. എന്നാൽ കമ്പൈലർ അങ്ങനെയല്ല. കംപ്ലീറ്റ് സോഴ്സ് കോഡിനെ അറ്റ് എ സ്ട്രെച്ച് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും, ഒരു ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റും. ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ജാവാസ്ക്രിപ്റ്റ്, ബേസിക് തുടങ്ങിയവയൊക്കെ ഇൻ്റർപ്രറ്റർ ലാംഗ്വേജസിന് എക്സാമ്പിളാണ്. C++, ജാവ ഇവയെല്ലാം കമ്പൈൽഡ് ചെയ്യുന്ന ലാംഗ്വേജിനും എക്സാമ്പിളാണ്. നെക്സ്റ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഇത് കമ്പ്യൂട്ടറിൻ്റെ റൊട്ടീൻ ടാസ്ക്, മെയിൻ്റനൻസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. കംപ്രഷൻ ടൂൾസ്, ഡിസ്ക് ഡിഫ്രാഗ്മെൻറ്റർ, ബാക്കപ്പ് സോഫ്റ്റ്വെയറുകൾ, അതേപോലെ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ ഇവയെല്ലാം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമാണ്. എന്താണ് കംപ്രഷൻ ടൂള്? ചില സമയങ്ങളിൽ നമുക്ക് ലാർജ് ഫയലുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവയെ കംപ്രസ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. പലതരത്തിലുള്ള ടൂൾസ് അതിന് അവൈലബിൾ ആണ്. വിൻസിപ്പ്, വിൻറാർ. അപ്പോൾ ഇത്തരത്തിലുള്ള കംപ്രഷൻ ടൂൾസിനെ നമുക്ക് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. സോ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഈസ് സോഫ്റ്റ്വെയർ ഡിസൈൻ ടു ഹെൽപ്പ് ടു അനലൈസ്, കോൺഫിഗർ, ഒപ്റ്റിമൈസ് ഓർ മെയിൻറ്റെയിൻ എ കമ്പ്യൂട്ടർ. മറ്റൊരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് ഡിസ്ക് ഡിഫ്രാഗ്മെൻറ്റർ. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്ത് ഫ്രീ സ്പേസസ് എല്ലാം ഓർഗനൈസ് ചെയ്ത് യൂസ്ഫുള്ളായ തരത്തിൽ അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ട ഒരു സോഫ്റ്റ്വെയറാണ് ഡിസ്ക് ഡിഫ്രാഗ്മെൻറ്റർ എന്ന് പറയുന്നത്. ദിസ് എനേബിൾസ് ദ കമ്പ്യൂട്ടർ ടു വർക്ക് ഫാസ്റ്റർ ആൻഡ് മോർ എഫിഷ്യൻ്റ്ലി. അനദർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഈസ് ബാക്കപ്പ് സോഫ്റ്റ്വെയർ. ബാക്കപ്പ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡ്യൂപ്ലിക്കേറ്റിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് ഫയൽ. ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകളെ മറ്റൊരു മെമ്മറി സ്റ്റോറേജിലേക്ക് മാറ്റുന്ന ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ബാക്കപ്പ് എന്നുള്ളത്. ഓട്ടോമാറ്റിക്കായി ബാക്കപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളും മറ്റും സെർവറുകളിലും മറ്റും ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്, ഒരു പ്രിക്വേറ്ററി മെക്കാനിസം എന്നുള്ള നിലയിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ബാക്കപ്പ് സോഫ്റ്റ്വെയറുകളും യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ, അത് വൈറസ് അറ്റാക്കിൽ നിന്നും കമ്പ്യൂട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ട ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ. ഇത് ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഈസ് എ യൂട്ടിലിറ്റി പ്രോഗ്രാം ദാറ്റ് സ്കാൻസ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ വൈറസസ് ആൻഡ് റിമൂവ്സ് ദം. പുതിയ വൈറസ് വരുന്നതോടുകൂടി അതിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കി ആ ഫയലുകളെ ക്വാറൻറ്റൈൻ ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ എ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിൻ്റെ ബ്രോഡ് ക്ലാസിഫിക്കേഷനിൽ സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുമുണ്ട്. അതിലെ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ സബ് ക്ലാസ്സസ് ആണ് നാം ഇതേവരെ ഡിസ്കസ് ചെയ്തത്. അടുത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരു പ്രത്യേക ടാസ്ക് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എയിംഡ് അറ്റ് ഡയറക്ട്ലി പെർഫോമിംഗ് ടാസ്ക് ദാറ്റ് ബെനിഫിറ്റ് ഓർഡിനറി യൂസേഴ്സ്. സാധാരണ ആളുകൾ കമ്പ്യൂട്ടറിനെ ഉപയോഗപ്പെടുത്തുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. ഇത് തന്നെ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ പാക്കേജസ് ഉണ്ട്, സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ പാക്കേജസ് ഉണ്ട്. നാം ഇമേജ് എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ജിംബ്, അതേപോലെ പേറോൾ സിസ്റ്റം, റിസർവേഷൻ സിസ്റ്റം, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ടാലി, ഇവയെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ കീഴിൽ വരുന്നവയാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലെ
ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ പാക്കേജസ് ഉണ്ട്. ദീസ് ആർ യൂസ്ഡ് ടു പെർഫോം ഓപ്പറേഷൻസ് ഇൻ എ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഏരിയ. ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു യൂസറിൻ്റെ റിക്വയർമെൻറ്റ് മനസ്സിൽ വെച്ചുകൊണ്ടാണ്. വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർസ്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസ്, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ, ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ, ഇതൊക്കെ ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിളാണ്. ഇതിൽ ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരാം. നമ്മുടെ ഡേറ്റ, ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഡേറ്റ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഇൻഫർമേഷൻ, ഇവയെല്ലാം ഒരു സ്ട്രക്ചേർഡ് ഫോമിൽ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന പ്രത്യേകം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടാണ്. അതിന് ഒറാക്കിൾ, മൈക്രോസോഫ്റ്റ് ആക്സസ്, PostgreSQL, MySQL ഇവയെല്ലാം ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ഓഡിയോ, വീഡിയോ ഇവയെല്ലാം പ്രോസസ്സ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് നമുക്കറിയാമല്ലോ. അഡോബ് ഫ്ലാഷ്, അതേപോലെ അഡോബ് പ്രീമിയർ പ്രോ, കേഡൻ ലൈവ്, റിയൽ പ്ലെയർ, മീഡിയ പ്ലെയർ, ഇതെല്ലാം മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറുകളാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ അടുത്ത ക്ലാസിഫിക്കേഷനാണ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ. ഇത് സാധാരണ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയറാണ്. ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക്, കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയറുകളാണ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പേറോൾ സിസ്റ്റം, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇവയെല്ലാം സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയറുകളാണ്. നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ നടത്തിയ HSCAP എന്ന് പറയുന്നത് അത് വളരെ സ്പെസിഫിക്കായി ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തതാണ്. ഇത് ഒരു സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. സോഫ്റ്റ്വെയറിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ നാം ഇവിടെ ഡിസ്കസ് ചെയ്തു. ഫ്രീ സോഫ്റ്റ്വെയർ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ തുടങ്ങിയ കൺസെപ്റ്റുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പല സന്ദർഭങ്ങളിലായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള വാക്കുകളാണ് ഇവയെല്ലാം. ഇവ എന്താണെന്ന് പരിശോധിക്കാം. മറ്റേത് കമ്മോഡിറ്റിയെയും പോലെ സോഫ്റ്റ്വെയറും ഒരു പ്രൊഡക്റ്റാണ്. ഒരു പ്രൊഡക്റ്റ് എന്നുള്ള നിലയിലുള്ള എല്ലാ പ്രത്യേകതകളും സോഫ്റ്റ്വെയറിനുമുണ്ട്. അതിൻ്റെ നിർമ്മാണത്തിന് അനേകം മനുഷ്യരുടെ ബൗദ്ധികമായിട്ടുള്ള അധ്വാനമുണ്ട്, ചിലവുണ്ട്. എന്നാൽ മറ്റ് എൻജിനീയറിംഗ് പ്രൊഡക്റ്റുകളിൽ നിന്നും സോഫ്റ്റ്വെയറിനുള്ള വ്യത്യാസം സോഫ്റ്റ്വെയർ ഇൻടാഞ്ചിബിൾ ആണ് എന്നുള്ളതാണ്. തൊട്ടറിയാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് ഇൻടാഞ്ചിബിൾ എന്ന വേർഡിൻ്റെ മലയാളാർത്ഥം. ഉദാഹരണത്തിന് ഒരു കാർ നിർമ്മാണം, അതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ നിർമ്മാണ പുരോഗതിയുടെ വ്യത്യസ്ത തലങ്ങൾ നമുക്ക് മനസ്സിലാവും. കാർ എന്നുള്ള ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനെയും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡിസൈൻ, കോഡ്, റെപ്രസെൻറ്റേഷൻ തുടങ്ങിയവ മാത്രമേ ഉള്ളൂ. അതായത് ഇതിൻ്റെ മെറ്റീരിയൽ അല്ല, റെപ്രസെൻറ്റേഷൻ മാത്രമേ നമുക്ക് വിസിബിൾ ആവുകയുള്ളൂ. അൺലൈക്ക് ഫിസിക്കൽ പ്രൊഡക്ട്സ്, സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ് ഡു നോട്ട് ബ്രേക്ക് ഡൗൺ ആഫ്റ്റർ ടു മച്ച് ഓഫ് യൂസ്. അതാണ് മറ്റൊരു പ്രത്യേകത. സോഫ്റ്റ്വെയറിന് തേയ്മാനം സംഭവിക്കുക ഇല്ല എന്ന് പറയാം. ബാക്കി ഫിസിക്കൽ പ്രൊഡക്ട്സ് എല്ലാം ഉപയോഗിക്കുന്നതോടുകൂടി വിയർ ആൻഡ് ടിയർ ഉണ്ടാവും. ഇത്തരത്തിലുള്ള അനേകം പ്രത്യേകതകൾ സോഫ്റ്റ്വെയറിനുണ്ട്. കോപ്പിറൈറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നീടത് വിശദമായി പഠിക്കാനുണ്ട്. കോപ്പിറൈറ്റ് എന്നുള്ളത് ഒരു തരത്തിലുള്ള ബൗദ്ധിക സ്വത്താവകാശമാണ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. നിർമ്മാതാവിന് അവരുടെ വർക്കിൽ പൂർണ്ണ അധികാരം നൽകുന്ന നിയമങ്ങളാണ് കോപ്പിറൈറ്റ് ലോ. സോഫ്റ്റ്വെയർ ഒരു ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ റൈറ്റ്സ് ടു ഇൻടാഞ്ചിബിൾ തിങ്സ്. ഇത്തരത്തിലുള്ള വസ്തുക്കൾക്ക്, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള വസ്തുക്കൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോയാണ് കോപ്പിറൈറ്റ് ലോ. ഇത് ഇവിടെ സൂചിപ്പിച്ചത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുന്നതിനാണ്. ഡെവലപ്പ് ചെയ്ത കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സ്വതന്ത്രമായി ഉപയോഗിക്കുന്നതിനും മോഡിഫൈ ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനും ആർക്കും സ്വാതന്ത്ര്യം നൽകുന്ന ലൈസൻസിംഗ് ആണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്നുള്ള കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത്.
Free software means software that respects users' freedom and community, which means that the user have the freedom to run, copy, distribute, study, change and improve the software. ഇപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന വലിയൊരു സംവിധാനമുണ്ട്. കോപ്പി റൈറ്റിന് പകരം കോപ്പി ലെഫ്റ്റ് എന്ന് പറയുന്ന വേറൊരു കൺസെപ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ്റെ ഉപജ്ഞാതാവ് റിച്ചാർഡ് സ്റ്റോൾമാനാണ്. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം there are different levels of software freedom. Freedom 0. This is the freedom to run the program for any purpose. ഏതൊരു ആവശ്യത്തിന് വേണ്ടിയും ഒരു പ്രോഗ്രാമിനെ റൺ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം 1 എന്നുള്ളത് അടുത്ത ലെവലിലുള്ള ഫ്രീഡമാണ്. ഹിയർ ദ ഫ്രീഡം ടു സ്റ്റഡി ഹൗ ദ പ്രോഗ്രാം വർക്ക്സ് ആൻഡ് അഡാപ്റ്റ് ഇറ്റ് ടു യുവർ നീഡ്സ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ്. ഫ്രീഡം 2. ഹിയർ ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ് ഓഫ് ദ സോഫ്റ്റ്വെയർ. ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോപ്പിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ദ ലാസ്റ്റ് ലെവൽ ഈസ് ഫ്രീഡം 3. ഫ്രീഡം ടു ഇംപ്രൂവ് ദ പ്രോഗ്രാം ആൻഡ് റിലീസ് യുവർ ഇംപ്രൂവ്മെൻറ്റ്സ് ടു ദ പബ്ലിക്. ഒരു സോഫ്റ്റ്വെയറിനെ ഉപയോഗപ്പെടുത്തുക മാത്രമല്ല, അതിലേക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻ കൂടി ആഡ് ചെയ്തതിന് ശേഷം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ബെറ്റർമെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യുക, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഈ സ്വാതന്ത്ര്യമാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് ഫ്രീഡം 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിനക്സ്, ജിംബ്, മൊസില്ല ഫയർഫോക്സ്, ഓപ്പൺ ഓഫീസ് ഓർഗ് ഇവയെല്ലാം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾക്ക് എക്സാമ്പിളാണ്. അടുത്ത പ്രധാനപ്പെട്ട 2 കൺസെപ്റ്റുകളാണ് ഫ്രീവെയറും ഷെയർവെയറും. ഹിയർ ഫ്രീവെയർ റെഫേഴ്സ് ടു കോപ്പിറൈറ്റഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് മെയ്ഡ് അവൈലബിൾ ഫോർ യൂസ് ഫ്രീ ഓഫ് ചാർജ് ഫോർ അൺലിമിറ്റഡ് പീരീഡ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അത് പ്രൈസ് ഫ്രീ ആണ് എന്ന് അതിനർത്ഥമില്ല. ഫ്രീഡം ഓഫ് യൂസ് എന്നാണ് അവിടുത്തെ ഫ്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഫ്രീവെയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രീ ആയിട്ട്, വിത്തൗട്ട് പേയിങ് എനി കോസ്റ്റ് നമുക്ക് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ആണ് ഫ്രീവെയർ. അടുത്തൊരു കാറ്റഗറിയാണ് ഷെയർവെയർ. ഹിയർ ഷെയർവെയർ റെഫേഴ്സ് ടു കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ എ ട്രയൽ ബേസിസ്. നമ്മൾ ചില പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നതിന് മുമ്പ് കുറച്ച് കാലത്തേക്ക് അതിനെ ഡെമോ വെർഷനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ പറയുന്ന പേരാണ് ഷെയർവെയർ എന്നുള്ളത്. അത് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം വി ഹാവ് ടു പേ ഫോർ ദാറ്റ്. എന്നാൽ മാത്രമേ അതിൻ്റെ ഫുൾ വെർഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫ്രീവെയറും ഷെയർവെയറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി വായിക്കുക. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. Proprietary software is a computer program that is an exclusive property of its developer or publisher. It cannot be copied or distributed without the licensing agreements. Proprietary software എന്ന് പറയുമ്പോൾ അതിൻ്റെ നിർമ്മാതാക്കൾക്കാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അതോറിറ്റി ഉള്ളത്. അവരുടെ കൺസെൻറ്റ് ഇല്ലാതെ, അവരുടെ ലൈസൻസ് എഗ്രിമെൻ്റ് അനുസരിച്ചാണ് നാം അത്തരം സോഫ്റ്റ്വെയറുകൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തത്. ഇറ്റ് ഈസ് സോൾഡ് വിത്തൗട്ട് എനി ആക്സസ് ടു സോഴ്സ് കോഡ്. അതിൻ്റെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സോഴ്സ് കോഡിൻ്റെ ആക്സസ് ഇല്ലാതെയാണ് അത്തരം സോഫ്റ്റ്വെയറുകൾ നമുക്ക് ലഭിക്കുന്നത്. മൈക്രോസോഫ്റ്റ് ഓഫീസ്, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവയെല്ലാം വളരെ പോപ്പുലറായിട്ടുള്ള പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകളാണ്. ഫൈനൽ പോർഷൻ ലൈവ് വെയർ. ഇതൊരു സ്ലാങ് ടേമാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് പീപ്പിൾ യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. അതിന് അനേകം എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, സിസ്റ്റം മാനേജർ, സിസ്റ്റം അനലിസ്റ്റ്, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് തുടങ്ങി ബിഹൈൻഡ് ദ സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന, കമ്പ്യൂട്ടറിനെ ഉപയോഗപ്പെടുത്തി സോഫ്റ്റ്വെയർ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ അതിനെ എൻഡ് യൂസറിന് വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്യുന്ന ആളുകളെ, യൂസേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ലൈവ് വെയർ എന്ന ടേം. ഈ പോർഷനോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതോടൊപ്പം നൽകുന്നു. Distinguish between low level and high level languages. What is a language processor? Explain 4 functional components of an operating system. What are the 4 freedoms which make up free and open source software? Dear students, we are concluding this chapter. We learned so many things in this chapter. Various components of the computer system,
Starting from data processing, we discussed various hardware components with special focus on memory. Then we discussed e-waste and various strategies of its management. Finally, we dig into the world of software. In that, different classification such as system software, application software, etc. were also discussed. Before saying goodbye, let me remind you about the out of syllabus question. Search what is copy left. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.